ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുക്കിങ്ങിന്റെ വീഡിയോ അല്ല കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ വെജിറ്റബിൾ ഗാർഡനും അവിടെ നിന്ന് കിട്ടിയ കുറേ പച്ചക്കറികളൊക്കെയാണ്. അപ്പം എൻ്റെ വീട്ടിൽ താഴെ അധികം സ്ഥലമൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ ടെറസിൽ നമ്മൾ ഗ്രോ ബാഗിലും അതുപോലെ തന്നെ പെയിന്റ് എല്ലാം വരുന്ന പഴയ ബക്കറ്റിലൊക്കെയാണ് നമ്മൾ ചെടി നട്ടിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ടെറസ് ഗാർഡന്റെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് അതിൽ നല്ല വ്യത്യസ്തമായിട്ട് കാബേജ്, പാലക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പച്ചക്കറികളെല്ലാം ഇന്ന് നമ്മൾ പറിച്ചെടുത്തതാണ്. നല്ല നീളമുള്ള വലിയ അച്ചിങ്ങപ്പയറുണ്ട്, അതുപോലെ തന്നെ കുറ്റിപ്പയറുണ്ട്, പാലച്ചീരയുണ്ട്, വഴുതനങ്ങ 3 ടൈപ്പ് ഉണ്ട്, വെണ്ടയ്ക്കയുണ്ട്, തക്കാളിയുണ്ട്, ചുവപ്പ് ചീരയുണ്ട്. ഇത്രയും വെജിറ്റബിൾസ് ഇന്ന് നമ്മൾ ഗാർഡനിൽ നിന്ന് പറിച്ചെടുത്തതാണ്. ഇതാണ് നമ്മുടെ അച്ചിങ്ങ കൃഷി. അച്ചിങ്ങ എല്ലാം ഒരു സൈഡിലാണ് നമ്മൾ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്നത്. ഇത് നല്ല നീളമുള്ള അച്ചിങ്ങയാണ്. തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങയാണിത്. അച്ചിങ്ങ ഇങ്ങനെ കിടക്കുന്നതിനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് വേറൊരു വെറൈറ്റി പയറാണ്, കുറ്റിപ്പയറാണ്. നല്ലൊരു പച്ച കളറുള്ള പയറാണ്. ഇതും കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ പയർ നമ്മൾ ആദ്യം കണ്ട പയറിൻ്റെ പോലെ അധികം നീളം വെക്കാത്ത ടൈപ്പ് പയറാണ്. പയർ നിൽക്കുന്ന ബാഗിൽ തന്നെ ചീര എല്ലാം മുളച്ചു വന്നിട്ടുണ്ട്. എല്ലാം തന്നെ മുളച്ചു വന്നിരിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ സീസണിൽ ഉണ്ടായിരിക്കുന്നത് പച്ചമുളകും കാന്താരിയൊക്കെയാണ്. കാന്താരി വൈറ്റ് കളറുള്ള കാന്താരി ഉണ്ട്. പിന്നെ ഒരു വെറൈറ്റി പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. പച്ചമുളക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഗ്രോ ബാഗ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പഴയ ഇതുപോലെയുള്ള ക്യാനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. പഴയ ബക്കറ്റ്, അതുപോലെ അരിയെല്ലാം വരുന്ന പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെ നട്ട് വളർത്താം. നമ്മൾ ഈ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ചാണകപ്പൊടി, ആട്ടും കാഷ്ടം, അതുപോലെ തന്നെ കോഴിക്കാഷ്ടമൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉള്ളിയുടെ തൊലിയെല്ലാം നമ്മൾ വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പഴത്തൊലിയും കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് കുറേ ദിവസം വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഒരു സൈഡിൽ നമ്മൾ ഒരു 12 ബാഗിൽ കാബേജ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കാബേജിൻ്റെ ചെറിയ തൈ നമുക്ക് കൃഷിഭവനിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാബേജ് നട്ടുപിടിപ്പിക്കുന്നത്. അതുകൊണ്ട് കാബേജ് കൃഷിയെ പറ്റി നമുക്ക് കാര്യമായിട്ട് അറിയില്ല. എന്നാലും തൈ കിട്ടിയപ്പോൾ വാങ്ങി പിടിച്ച് ഇപ്പോൾ നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇഞ്ചി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിനയിലൊക്കെ നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ടൊമാറ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ടൊമാറ്റോ കുറേയൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്. ഈ ടൊമാറ്റോ വെച്ചിട്ട് നമ്മൾ കുറേയധികം റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ സൂപ്പ്, ടൊമാറ്റോ സോസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ടൊമാറ്റോയും 2 ടൈപ്പിലുണ്ട്. ഈ ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ സാലഡിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഈ സൈഡിൽ കാണുന്ന ടൊമാറ്റോ കുറച്ച് പുളി കൂടിയതാണ്. ഉണ്ട ടൈപ്പ് ടൊമാറ്റോ ആണ്. ഇത് കറിയിലൊക്കെ ഉപയോഗിക്കാനാണ് നല്ലത്. ഇത് വേറൊരു വെറൈറ്റി പച്ചമുളകാണ്. ഇതിൻ്റെ ഒരു ബഞ്ചിൽ തന്നെ ഒരു 10, 12 പച്ചമുളകൊക്കെ ഉണ്ടാവും. കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതിൻ്റെ തൈ നമുക്ക് കൃഷിഭവനിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഈ സൈഡിൽ കുറേ വെറൈറ്റി പച്ചമുളകും അതുപോലെ തന്നെ കാന്താരിമുളകൊക്കെയാണ് നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉണ്ട വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. വയലറ്റ് കളറിൽ ഉണ്ട വഴുതനങ്ങയാണിത്. ഇപ്പോൾ കുറേ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ എല്ലാം പോയി. ഇനി കുറച്ചേ ഉള്ളൂ. പിന്നെ വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കയ്ക്ക് ഇപ്പോൾ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. വെണ്ടയ്ക്ക ഉണ്ടായി കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കുറേ നാൾ വെണ്ടയ്ക്ക ഉണ്ടാകും. വെണ്ടയ്ക്കയ്ക്ക് പെട്ടെന്ന് അങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ല. അവിടെ നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കറി വെക്കാനുള്ള വെണ്ടയ്ക്ക കിട്ടും. ഇത് നല്ല പച്ച നിറമുള്ള എരിവുള്ള പച്ചമുളകാണ്. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന പോലത്തത്. ഇതും ധാരാളമായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളുള്ള സ്ഥലത്ത് ടെറസിലോ അല്ലെങ്കിൽ പറമ്പിലോ ഒക്കെ ഇതുപോലെ പച്ചക്കറി വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. പൈസ ലാഭം മാത്രമല്ല, നമ്മൾ ഇതേപോലെ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വിഷമൊന്നും അടിക്കാത്ത നല്ല ഫ്രഷ് പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇവിടെ ഗ്രോ ബാഗിൽ നമ്മൾ പപ്പായ തൈ, ചീര, അതിൽ സ്പ്രിംഗ് ഓണിയനൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചീരയ്ക്ക് ഇപ്പോൾ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ചീര ഒരു പ്രാവശ്യം വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഇപ്പോൾ രണ്ടാമത് പാകിയേക്കണേണ്, മുളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര കീടശല്യമുണ്ട്. വെള്ളീച്ച എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ചീര, അതുപോലെ തന്നെ അച്ചിങ്ങാപ്പയർ, പച്ചമുളക് എല്ലാത്തിനും തന്നെ വന്ന് ഇപ്പോൾ എനിക്ക് കുറേ 10 മണി ചെടിയുടെ വെറൈറ്റി ഉണ്ടായിരുന്നു. അതെല്ലാം നശിച്ചു പോയി വെള്ളീച്ച വന്നിട്ട്. ഇപ്പം നമ്മൾ മരുന്നൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ കീടശല്യമൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വീട്ടിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ശല്യം.
ഇത് നീളമുള്ള വയലറ്റ് കളറിലെ വഴുതനങ്ങയാണ്. പിന്നെ നമുക്കുള്ളത് നീളമുള്ള വൈറ്റ് കളറിലെ വഴുതനങ്ങയുണ്ട്. ഉണ്ട ഉണ്ട വഴുതനങ്ങേന് 2 വെറൈറ്റി ഉണ്ട്. അങ്ങനെ മൊത്തം 4 ടൈപ്പ് വഴുതനങ്ങയുണ്ട്. വഴുതനങ്ങ നമുക്കങ്ങനെ പെട്ടെന്ന് അധികം കീടശല്യമൊന്നും വരാത്ത വെജിറ്റബിൾ ആണ്. പിന്നെ നമുക്കുള്ളത് നിത്യവഴുതനങ്ങയാണ്. നിത്യവഴുതനങ്ങ ഇവിടെ ഗ്രോ ബാഗിൽ ഞാനിവിടെ നട്ടിട്ടുണ്ട്. നിത്യവഴുതനങ്ങയും വെള്ളീച്ച ശല്യം വന്ന് ഉണങ്ങിപ്പോയതാണ്. ഇപ്പോൾ രണ്ടാമതേയും പിടിപ്പിച്ചെടുത്തതാണ്. നല്ല ചൂടായത് കാരണം നമ്മൾ ഗ്രീൻ നെറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്, ചൂട് ഇത്തിരി കുറയാൻ വേണ്ടിയിട്ട്. ടെറസിന് മുകളിലും സൈഡിലുള്ള നമ്മൾ നെറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. കേബേജ് ഏകദേശം വിളവെടുക്കാൻ പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് നമുക്കറിയില്ല, ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് കാബേജ് കൃഷിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതിൻ്റെ വിളവെടുപ്പിനെ പറ്റി, അതിൻ്റെ കൃഷി രീതിയെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാവുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇത് കുറ്റിക്കുരുമുളകാണ്. ഇത് ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ മൂന്നാറിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഗ്രോ ബാഗിലെല്ലാം നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഇപ്പോൾ പാവി മുളപ്പിച്ചിട്ടുണ്ട്. ഒരു 3-4 ഇലയെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഇരുമ്പിൻ്റെ സ്റ്റാൻഡ് പണിത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് നമ്മൾ ഓർക്കിഡൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മളിവിടെ ഒരു 4 ബാഗിൽ പാലക് ചീര വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാലക് ചീര ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. അത് നമ്മൾ കൃഷിഭവനിൽ നിന്ന് തന്നെ തൈ വാങ്ങി പിടിപ്പിച്ചതാണ്. പിന്നെ നമ്മുടെ മിൻറ്റ് ലീവ്സ് ആണ്. മിൻറ്റ് ലീവ്സ് ഇപ്പോൾ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. മിൻറ്റ് ലീവ്സ് കൊണ്ട് ചട്നി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ കണ്ട് നോക്കുക. ഇവിടെ ഗ്രോ ബാഗിൽ നമ്മൾ പാവക്കയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പാവക്കയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, കായ ആയി തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ പയർ വെച്ചിരിക്കുന്നത് വലിയ ക്യാൻ കട്ട് ചെയ്ത് അതിൽ മണ്ണ് നിറച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗ് ഇല്ലെങ്കിൽ തന്നെ ഇതുപോലെയുള്ള വേസ്റ്റ് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഇവിടെ ചട്ടിയിൽ പച്ചച്ചീരയാണ് വളർന്നു വരുന്നത്. ഇവിടെ നമ്മൾ നെറ്റ് കെട്ടിയിട്ട് അതിലേക്ക് കോവക്ക പടർത്തി കയറ്റിയിട്ടുണ്ട്. കോവയ്ക്ക് ഇപ്പോൾ ഈ സീസണിൽ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ധാരാളം ഫാഷൻ ഫ്രൂട്ട് കിട്ടിയതാണ്. അതായത് എന്തോ പെട്ടെന്ന് ഉണങ്ങിപ്പോയി. ഇപ്പോൾ രണ്ടാമത് പിടിച്ചു വന്നിരിക്കുന്നതാണിത്. അപ്പോൾ ആരും വീട്ടിൽ സ്ഥലമില്ലെന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ ടെറസോ അല്ലെങ്കിൽ ബാൽക്കണിയോ താഴെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പഴയ പാത്രങ്ങളിലൊക്കെ വെച്ച് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൃഷിഭവനിൽ നിന്നെല്ലാം അതിനുള്ള തൈയൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മുടെ മനസ്സിനും ശരീരത്തിനും വളരെ സന്തോഷം നൽകുന്ന ഒരു ഹോബി കൂടിയാക്കി മാറ്റാൻ നമുക്കിത്. അതുപോലെ തന്നെ നമുക്ക് പൈസ ലാഭം. അതുകൂടാതെ നമുക്ക് വിഷരഹിതമായ പച്ചക്കറി നമുക്ക് സ്വന്തം വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയെല്ലാം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്